അടുത്തത് നമ്മളിപ്പം 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് കഴിഞ്ഞു അല്ലേ. SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, D ഫ്ലിപ്പ് ഫ്ലോപ്പ്, T ഫ്ലിപ്പ് ഫ്ലോപ്പ്, JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്സുകൾ. ഇപ്പോൾ നമ്മുടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനകത്തൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ടോഗിൾ എന്ന് പറയുന്നൊരു കണ്ടീഷൻ വരുന്നുണ്ട്. അതായത് Jയുടെ വാല്യൂവും Kയുടെ വാല്യൂവും 1 ആവുന്ന സമയത്ത് പ്രീവിയസ്ലി തൊട്ട് മുമ്പ് അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ്ലി 1 0 1 0 1 0 എന്ന് ടോഗിൾ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. 1ലോ 0ലോ ഇത് സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സെറ്റാണ്, അതായത് ഹൈ ആയിട്ട് തന്നെ നിൽക്കും. റീസെറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് തന്നെ നിൽക്കുകയുള്ളൂ, 0 ആയിട്ടേ കാണിക്കുകയുള്ളൂ. പക്ഷേ നോ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ്ലി എന്ത് ഔട്ട്പുട്ട് ആണോ അത് കണ്ടിന്യൂസ്ലി കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഈ ടോഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് സ്റ്റേബിൾ അല്ല, അതായത് 1 0 1 0 1 0 എന്ന് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു കണ്ടീഷനെ പറയുന്ന പേരായിരുന്നു ടോഗിൾ. ഓക്കെ, അപ്പോൾ ഈ ടോഗിൾ ചെയ്യുന്ന ഈ ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ. അപ്പോൾ നമ്മളിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്താണെന്നും മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണെന്നോ പഠിക്കാൻ പോകുന്നത്. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ ഒരു ഹൈ മാർക്കിന് 9 മാർക്കിന് തന്നെ എക്സ്പ്ലെയിൻ ദ റേസ് അറൗണ്ട് കണ്ടീഷൻ ആൻഡ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ആൻഡ് ഹൗ വി ക്യാൻ അവോയ്ഡ് എന്നൊക്കെ പറഞ്ഞ് തന്നെ 9 മാർക്കിന് ചോദിക്കുന്നൊരു ചോദ്യമാണത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം നമ്മൾ റേസ് അറൗണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ക്ലോക്ക് സിഗ്നലിനെ പറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ 2 രീതിയിലാണ് ഒരു ക്ലോക്ക് സിഗ്നലിൻ്റെ വർക്കിംഗ്. ഒരു ക്ലോക്ക് സിഗ്നൽ 2 രീതി, ക്ലോക്ക് സിഗ്നലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. ക്ലോക്ക് ഹൈ ആവാം, ക്ലോക്ക് ലോ ആവും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഈ ക്ലോക്ക് ഹൈ ആവുന്നതും ക്ലോക്ക് ലോ ആവുന്നതൊക്കെ 2 രീതിയിലാണ് ക്ലോക്കുകൾ നമ്മൾ സാധാരണ വർക്ക് ചെയ്യിപ്പിക്കാറ്. അതായത് ലെവൽ ട്രിഗറിങ്ങും എഡ്ജ് ട്രിഗറിങ്ങും. അതായത് ക്ലോക്കിൻ്റെ ലെവൽ നോക്കി ഫ്ലിപ്പ് ഫ്ലോപ്പ് എനേബിൾ ആവാം, അല്ലെങ്കിൽ ക്ലോക്കിൻ്റെ എഡ്ജിലാവുന്ന സമയത്തും എന്ത് സംഭവിക്കാം, ഫ്ലിപ്പ് ഫ്ലോപ്പ് എനേബിൾ ആവും. ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺ ആവുകയോ ഓഫ് ആവുകയോ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ്, ക്ലോക്കിൻ്റെ എവിടെ ക്ലോക്ക് വെച്ചിട്ടാണ് എപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്കിൻ്റെ ലെവൽ വെച്ചിട്ടാണ്, ക്ലോക്കിൻ്റെ ലെവൽ നോക്കി മാത്രമാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതാണ് ലെവൽ ട്രിഗറിങ്. ക്ലോക്കിൻ്റെ ഒരു എഡ്ജ് മാത്രം നോക്കിയിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതാണ് എഡ്ജ് ട്രിഗറിങ്. അതാണ് ലെവൽ ട്രിഗറിങ്ങും എഡ്ജ് ട്രിഗറിങ്ങും. ഓക്കെ, നിങ്ങളിവിടെ നോക്കിക്കോ. ദ ടൈപ്പ് ഓഫ് ട്രിഗറിങ് ദാറ്റ് അലോസ് എ സർക്യൂട്ട് ടു ബിക്കം ആക്റ്റീവ് വെൻ ദ ക്ലോക്ക് പൾസ് ഈസ് ഓൺ എ പർട്ടിക്കുലർ ലെവൽ. ഇത്ര ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ, ക്ലോക്ക് എപ്പോഴും ഇങ്ങനെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഒരു ഹൈ ലോ ഹൈ ലോ ഹൈ ലോ, ക്ലോക്ക് ഹൈ ആണ് ലോ ആണ്, ക്ലോക്ക് ഹൈ ആണ് ലോ ആണ്. അപ്പം ഇതിപ്പം ഇത് ഔട്ട്പുട്ടാണെന്ന് വെച്ചോ. QN+1 എന്ന് പറഞ്ഞാണ് നമ്മൾ ഔട്ട്പുട്ട് ഫ്ലോപ്പിന് ഔട്ട്പുട്ടിനെ കാണിക്കുന്നത് അല്ലേ. QN+1 ഔട്ട്പുട്ട് കാണുന്നത്. അപ്പം ഇത് ഔട്ട്പുട്ടാണെന്ന് വെച്ചോ. ക്ലോക്കിന് ഹൈ എന്ന് വെച്ചാൽ ആദ്യം ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ലെവൽ ട്രിഗറിങ് എന്താണെന്ന് വെച്ചാൽ കേട്ടോ. ലെവൽ ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതാണല്ലോ ക്ലോക്ക്, ഹൈ ലോ ഹൈ ലോ ഹൈ ലോ, ഇതാണ് ക്ലോക്ക്. അത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന പോസിറ്റീവ് ലെവൽ ട്രിഗറിങ്ങും നെഗറ്റീവ് ലെവൽ ട്രിഗറിങ്. ഈ ലെവൽ ട്രിഗറിങ് തന്നെ 2 തരത്തിലുണ്ട്, പോസിറ്റീവ് ലെവൽ ട്രിഗറിങ്ങും നെഗറ്റീവ് ലെവൽ ട്രിഗറിങ്ങും. ഈ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കാണിക്കുന്നത്, ഇതാണ് ഹൈ. അതായത് ഇതുണ്ടല്ലോ, ഈ ഒരു ലെന്ത്, ഇതിനാണ് ലെവൽ. ഇത് ഹൈ ലെവലും ഇതിനെ പറയുന്ന പേരാണ് ലോ ലെവൽ. ഇതിനെ പറയുന്ന പേരാണ് ലോ ലെവൽ. ഇത് ഹൈ ലെവൽ, ഇതിനെ പറയുന്ന പേരാണ് ലോ ലെവൽ. ഇത് ഇങ്ങനെ ഇത് ഹൈ ലെവൽ, താഴെ വന്നിട്ട് ഈ നിൽക്കുന്നത് ഇതാണ് എന്ത്, ലോ ലെവൽ. ഓക്കെ, അപ്പോൾ ഹൈ ലെവൽ ക്ലോക്കിന് ഹൈ ലെവലാകുമ്പം ഔട്ട്പുട്ട് കിട്ടുവാണെങ്കിൽ അതിനെ പറയുന്നതാണ് പോസിറ്റീവ് ലെവൽ ട്രിഗറിങ്. ക്ലോക്കിൻ്റെ ലോ ലെവലിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ക്ലോക്കിൻ്റെ ലോ ലെവൽ നോക്കിയിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എനാബിൾ ആവുന്നതും ഔട്ട്പുട്ട് കിട്ടുന്നതെങ്കിൽ ആ ടൈപ്പ് ഓഫ് ട്രിഗറിങ് ആണെന്ത്, ലോ ലെവൽ ട്രിഗറിങ്. ഇവിടെ കണ്ടാൽ അറിയാം, ലെവൽ ട്രിഗറിങ് 2 തരത്തിലുണ്ട്, പോസിറ്റീവ് ലെവലും നെഗറ്റീവ് ലെവലും. കണ്ടോ, ക്ലോക്കിന് ഹൈ ലെവലോടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, മേളിൽ ഹൈ ലെവലിലാകുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താവും, എനേബിൾ ആവും, ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ ഇതാണ് ഒരു ക്ലോക്ക് എങ്കിൽ ഈ ക്ലോക്കിൻ്റെ ഹൈ ലെവലിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യും, ഔട്ട്പുട്ട് കറക്റ്റായിട്ട് തരും, ഔട്ട്പുട്ട് കിട്ടും. ലോ ലെവലിൽ ഔട്ട്പുട്ട് കാണത്തില്ല, ഹൈ ലെവലിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് തരത്തുള്ളൂ. ആ ടൈപ്പാണ് പോസിറ്റീവ് ലെവൽ ട്രിഗറിങ്. ക്ലോക്കിന് ലോ ലെവലിലാണ്, ഇതാണ് നമ്മുടെ ക്ലോക്ക്, ഈ ക്ലോക്കിന് ലോ ലെവലിലാണ് നമുക്ക് ഔട്ട്പുട്ട് തരുന്നതെങ്കിൽ അതാണെന്ത്, ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യാൻ എനേബിൾ ആവുക അല്ലെങ്കിൽ ഇവൻ്റ് ഒക്കെ ചെയ്യുക, സ്വിച്ച് ചെയ്യുന്നതൊക്കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് സ്വിച്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ക്ലോക്കിന് ലോ ലെവലിലാണെങ്കിൽ അതാണ് നെഗറ്റീവ് ലെവൽ ട്രിഗറിങ്. ലോ ലെവൽ അല്ലെങ്കിൽ നെഗറ്റീവ് ലെവൽ ട്രിഗറിങ്. മറ്റേത് ഹൈ ലെവൽ അല്ലെങ്കിൽ പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് എന്ന് പറയും. ഓക്കെ, ഇതാണ് ലെവൽ ട്രിഗറിങ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എഡ്ജ് ട്രിഗറിങ്. എഡ്ജ് ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇതാണല്ലോ നമ്മുടെ ക്ലോക്ക്. എഡ്ജ് ട്രിഗർ എന്ന് പറഞ്ഞാൽ ക്ലോക്കിൻ്റെ എഡ്ജ് നോക്കിയിട്ട്, ഇതാണ് റൈസിങ് എഡ്ജ് ഓഫ് ദി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതിനാണ് റൈസിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ. ഇതിനെ പറയുന്ന പേരാണ് ഫോളിങ് എഡ്ജ്. കണ്ടോ, ഒരു ക്ലോക്ക് സിഗ്നലിന് റൈസിങ് എഡ്ജും ഉണ്ട്, ഫോളിങ് എഡ്ജും ഉണ്ട്. ഈ റൈസിങ് എഡ്ജിൽ വെച്ച് ഇവൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ അതിനാണ്
അതാണ് എഡ്ജ് ട്രിഗറിങ്. ഈ റൈസിങ് എഡ്ജ് വെച്ചാണെങ്കിൽ അതിനെ പറയുന്നതാണ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് പറയും. ഫോളിങ് എഡ്ജ് ഓഫ് ദി ക്ലോക്ക് നോക്കിയിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എനേബിൾ ആവുക അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്. എഡ്ജ് ട്രിഗറിങ് 2 തരത്തിലുണ്ട്. പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും ഉണ്ട്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും ഉണ്ട്. ക്ലോക്കിൻ്റെ റൈസിങ് എഡ്ജ് നോക്കിയിട്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് എനേബിൾ ആവുകയാണ് അല്ലെങ്കിൽ സ്വിച്ചിങ് വർക്കിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്നും. ക്ലോക്കിൻ്റെ ഫോളിങ് എഡ്ജ് നോക്കിയിട്ടാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഫ്ലോളിങ് എഡ്ജ് നോക്കിയിട്ടാണ് ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്കിന് 2 രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഉള്ളത്. ഈ ക്ലോക്കിന് പല ലെവൽ ട്രിഗറിങ് ആവാം, എഡ്ജ് ട്രിഗറിങ് ആവാം. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും പറയുന്ന ലെവൽ ട്രിഗറിങ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ J = 1 K = 1 ആവുന്ന കണ്ടീഷനിലാണ് എന്തുണ്ടാവുന്നത്, ടോഗിൾ ഉണ്ടാവുന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് കൂടുതലും ഈ ലെവൽ ട്രിഗറിങ്ങിലാണ് ഉണ്ടാവുന്ന ഈ പ്രശ്നം. ഓക്കെ, ലെവൽ ട്രിഗറിങ് ആയിട്ടുള്ള ക്ലോക്കുകളിലാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ എഡ്ജ് ട്രിഗറിങ് ആക്കി മാറ്റുവാണെങ്കിൽ ഈ ടോഗിൾ എന്നുള്ള പ്രശ്നം എന്താക്കാം, സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കണ്ടീഷനിലേക്ക് പോവുകയാണ്. എന്താണ് റേസ് അറൗണ്ട് കണ്ടീഷൻ? റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കേസിൽ Jയുടെ വാല്യൂ 1ഉം Kയുടെ വാല്യൂ 1ഉം ആകുമ്പം Kയുടെ വാല്യൂ 1ഉം ആണ്. അപ്പോൾ ക്ലോക്ക് ഈസ് ടു ലോങ്ങും ആണെങ്കിൽ, ക്ലോക്ക് കുറേ നേരം നിൽപ്പുണ്ടെങ്കിൽ, ക്ലോക്ക് കുറേ നേരം ഹൈ ആയിട്ട് നിൽക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കും, ഔട്ട്പുട്ട് എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി സ്വിച്ച് ചെയ്യും അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യും, ടോഗിൾ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് ഏതാണെന്ന് പറയാൻ, ഒന്നെങ്കിൽ ഹൈ ആയിട്ട് നിൽക്കും, ബ്ലിങ്ക് ചെയ്യും, ഹൈ ലോ പെട്ടെന്ന് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പം ഹൈയിലാണോ ലോയിലാണോ ഔട്ട്പുട്ട് നമുക്ക് മനസ്സിലാകത്തില്ല. ഹൈ ആവും ലോ ആവും ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഔട്ട്പുട്ട്. ഇപ്പോൾ LED ആയിട്ട് നോക്കുകയാണെങ്കിൽ LED ഇങ്ങനെ തെളിയും കെടും. അപ്പം സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല LED. അപ്പം ഈ ഒരു കണ്ടീഷനാണ് എന്ത്, ടോഗിൾ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് എന്താണ്, അൺസർട്ടനിറ്റിയാണ്. ഔട്ട്പുട്ട് ഏതാണെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം J = 1ഉം K = 1ഉം ക്ലോക്ക് ടു ലോങ് ആയി നിൽക്കുന്ന സമയത്താണ് ഉണ്ടാകുന്ന ആ കണ്ടീഷനെ പറയുന്ന പേരാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ. റേസ് അറൗണ്ട് കണ്ടീഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡയഗ്രം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെൻ്റെ ക്ലോക്കാണെന്ന് വെച്ചു, ഇതാണ് എൻ്റെ ക്ലോക്ക്. ക്ലോക്ക് കൊടുത്താലേ ആര് വർക്ക് ചെയ്യുള്ളൂ, ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുള്ളൂ. Jയുടെ വാല്യൂ ഹൈ ആണെങ്കിൽ നമ്മളിങ്ങനെയും, ലോ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ താഴോട്ട് കാണിക്കാറ് കേട്ടോ. ഇപ്പോൾ Jയുടെ വാല്യൂ 1 ആയിട്ട് നിൽക്കുന്നു, Kയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കാം. Jയുടെ വാല്യൂ 1 ആകുമ്പോഴും Kയുടെ വാല്യൂ 1 ആകുമ്പോഴും ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് ക്ലോക്കിൻ്റെ കാര്യമാണ്. പോസിറ്റീവ് എന്ന് വെച്ചാൽ ഈ ലെവലാകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. കണ്ടോ, ഈ ഹൈ ലെവലിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ഇതാണ് പോസിറ്റീവ് ലെവൽ ട്രിഗറിങ്. പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് മാത്രമേ ഔട്ട്പുട്ട് കിട്ടുന്നുള്ളൂ. ഇവിടെ നെഗറ്റീവിൽ എന്തെങ്കിലും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ, ഇല്ല. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് പോസിറ്റീവ് ലെവൽ ട്രിഗറിങ് വെച്ച് വർക്ക് ചെയ്യുന്ന JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലോക്ക്. അപ്പോൾ ക്ലോക്കിൻ്റെ ഹൈ ലെവലിൽ എന്ത് സംഭവിക്കുന്നു കണ്ടോ, Jയുടെ വാല്യൂവും Kയുടെ വാല്യൂ 1ഉം ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ടോഗിൾ ചെയ്യും. ടോഗിൾ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഹൈ ലോ കണ്ടിന്യൂസ്ലി. എവിടം വരെ, ഈ ക്ലോക്ക് ഹൈ ആയിട്ട് നിൽക്കുന്ന അത്രയും സമയത്ത് ടോഗിൾ ഉണ്ടാവും. എഗെയിൻ ക്ലോക്ക് 0 ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഔട്ട്പുട്ട് കാണിക്കുമോ, പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ അത് അങ്ങനെ തന്നെ അല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ക്ലോക്ക് 0 ആവുന്ന സമയത്ത് Jയും Kയും 1 ആണെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ടോ, ഇല്ല. ക്ലോക്കിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ പ്രീവിയസ് സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റിൽ തന്നെ നിൽക്കും, നോ ചേഞ്ച് കണ്ടീഷൻ ആണല്ലോ. അടുത്ത എഗെയിൻ ക്ലോക്ക് ഹൈ ആയിട്ട് നിൽക്കുന്നു. ക്ലോക്ക് ഹൈ ലെവൽ ട്രിഗറിങ് ആയതുകൊണ്ടാണ് ക്ലോക്ക് ഹൈ ആയി നിൽക്കുമ്പോൾ മാത്രം നീങ്ങി കണ്ട ഔട്ട്പുട്ട് വരുന്നുണ്ടോ, ഹൈ ആയി നിൽക്കുമ്പോൾ മാത്രം എന്ത് കിട്ടുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. ആ കിട്ടുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണ്, കണ്ടിന്യൂസ്ലിയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ക്ലോക്ക് ഈസ് ടു ലോങ് എന്ന് പറയാൻ കാരണം, ക്ലോക്ക് കൂടി ഇങ്ങനെ ഒത്തിരി, ഇപ്പം ഇത്രയും വീതി ഉണ്ടെന്ന് വെച്ചു ക്ലോക്കിന് ഈ ലെന്ത് ഹൈ ലെവൽ കൂടുന്നതനുസരിച്ച് അത്രയും നേരം നമുക്ക് എന്ത് കിട്ടിക്കൊണ്ടിരിക്കുക, ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കുറയ്ക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് റേസ് അറൗണ്ട് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് കണ്ടിന്യൂസ്ലി ഔട്ട്പുട്ട് ഇങ്ങനെ അൺസർട്ടനിറ്റി ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനെ പറയുന്ന പേരാണ് എന്ത്, റേസ് അറൗണ്ട് കണ്ടീഷൻ. ഇനി റേസ് അറൗണ്ട് കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു 3 മെത്തേഡുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ TP <Δt ആണ്. എന്താ TP എന്ന് പറഞ്ഞാൽ ഈ ക്ലോക്കിൻ്റെ ലെന്താണ് TP, അല്ലെങ്കിൽ പ്രൊപ്പഗേഷൻ ടൈമാണ് TP. Δt എന്ന് പറഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു ഇങ്ങനെയല്ലേ, എത്ര നേരം ഹൈ ആയിട്ട് നിൽക്കുന്നു, ലോ. അപ്പം ഈ ഔട്ട്പുട്ട് കിട്ടുന്ന ഈ വിഡ്ത്തിനെയാണ് നമ്മൾ Δt എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ TP Δt ആക്കി വയ്ക്കുവാണെങ്കിൽ എനിക്ക് റേസ് അറൗണ്ട് കണ്ടീഷൻ കുറയ്ക്കാം. അതായത് ഇവിടെ കൂടുതൽ Δt. അതായത് ഈ ക്ലോക്കിൻ്റെ ലെന്ത് കുറച്ച് കഴിഞ്ഞാൽ എന്ത് കൂട്ടാൻ പറ്റും, ഈ ക്ലോക്ക് ഇത്രയും വിഡ്ത്ത് കൊടുക്കാതെ ക്ലോക്കിന് ചെറിയ വിഡ്ത്ത് വീതം കൊടുക്കുവാണ്
നെഗറ്റീവ് കുറച്ച് കൂട്ടി ക്ലോക്ക് ഒരു ചെറിയ വിടുത്ത് കൊടുക്കുകയാണെങ്കിൽ ക്ലോക്ക് ചെറിയ വിടുത്ത് കൊടുക്കുകയും ഈ ഡെൽറ്റ ടി അതായത് ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ കുറച്ച് കൂട്ടിയും കൂടെ വെക്കുകയാണെങ്കിൽ എനിക്ക് ഈ റേസർ ഓൺ കണ്ടീഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ടോഗിൾ ചെയ്യുന്ന അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഓൺ ടൈം ഓഫ് ക്ലോക്ക് ഈസ് ലെസ് ദാൻ ദ പ്രൊപ്പഗേഷൻ ഡിലേ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. അതായത് ക്ലോക്കിൻ്റെ ഓൺ ടൈം കുറച്ച് വെക്കുക. ക്ലോക്ക് ഇവിടെ ഓൺ ആയിട്ട് നിൽക്കുന്ന സമയം ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതിനെയാണ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കേട്ടോ. ഇതാണ് ഓൺ ടൈം, ഇതിനെ പറയുന്ന പേരാണ് ഓഫ് ടൈം. ക്ലോക്കിൻ്റെ ഓൺ ടൈം കുറച്ച് വെച്ചിട്ട് ഈ പ്രൊപ്പഗേഷൻ ടൈം അതായത് ഔട്ട്പുട്ട് കിട്ടുന്ന ആ ഒരു ടൈം ഈ വിടുത്ത് ഇത് കൂട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും? റേസർ ഓൺ കണ്ടീഷൻ കുറയ്ക്കാൻ പറ്റും. ഓക്കെ. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് യൂസ് ചെയ്താൽ മതി. ഈ പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ലെവൽ ട്രിഗറിങ് ഒന്നും യൂസ് ചെയ്യാതെ ക്ലോക്കിൻ്റെ നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ഫോളിങ്. ഈ ഫോളിങ്ങിൽ മാത്രം ഇവൻ്റ് ഒക്കർ ചെയ്യാനായിട്ട് കാണിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ഒഴിവാക്കാം? ഇപ്പോൾ സാധാരണ ഈ ലെവൽ ട്രിഗറിങ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഫ്ലോപ്പുകളൊക്കെയാണ് കൂടുതലും ഈ ടോഗിൾ കണ്ടീഷൻ ഉണ്ടാവാറുള്ളൂ. നമ്മളതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. പല പല കാരണങ്ങളുണ്ട്. ഓക്കെ. അടുത്ത മൂന്നാമത്താണ് ഈ റേസർ ഓൺ കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേറൊരു പരിപാടിയാണ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്താൽ മതി. മാസ്റ്റർ സ്ലേവ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്നാണ് ഫുൾ നെയിം. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരെ ഒഴിവാക്കാം? ഈ റേസർ ഓൺ കണ്ടീഷൻ ഒഴിവാക്കാം. അതായത് കണ്ടിന്യൂസ്ലി ഔട്ട്പുട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ടോഗിൾ ആവുന്ന ആ ഒരു കണ്ടീഷനെ ഒഴിവാക്കാം. ഇനി എന്താണ് ഈ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പഠിപ്പിക്കാൻ പോവുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. മാസ്റ്ററും സ്ലേവും രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഒരാൾ മെയിൻ ആളും ഒരാൾ സ്ലേവുമാണ് അല്ലേ? മാസ്റ്ററും സ്ലേവ് രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്. രണ്ട് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ രണ്ട് SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ പറയുന്ന പേരാണ്. ഒരാൾ മാസ്റ്റർ എന്നും മറ്റേ ആളെ പറയുന്ന പേരുമാണ് സ്ലേവ്. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കിയോ, മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ടു സെപ്പറേറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കണക്റ്റഡ് സീരീസ്ലി. രണ്ടെണ്ണത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കി. ഇതാണ് ഇയാളെ പറയുന്ന പേരാണ് മാസ്റ്റർ, ഇതിനെ പറയുന്ന പേരാണ് സ്ലേവ്. കണ്ടോ? ഒരാളെ പറയുന്ന പേര് മാസ്റ്റർ, ഒരാളെ പറയുന്ന പേരാണ് സ്ലേവ്. ഇതാണ് മാസ്റ്റർ, ഇതാണ് നമ്മുടെ സ്ലേവ്. മാസ്റ്റർ ആരാന്ന് നിങ്ങൾ നോക്കിക്കേ. ഇതാരാ? ഈ വരച്ച് വെച്ചിരിക്കുന്നത് ഇത് SR ലാച്ച്. ഇതാരാ? JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. പക്ഷേ JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് J പോയിരിക്കുന്നത് എങ്ങോട്ടാണ്? ഈ എൻഡിലും ഇത് ഇങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നുള്ളൂ. നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് പഠിച്ച കാണണോ ഫിഗർ ഒന്നും കൂടെ? ഇതല്ലായിരുന്നു JK ഫ്ലിപ്പ് ഫ്ലോപ്പ്. കണ്ടോ? രണ്ട് നാൻഡ് ഗേറ്റും ഇതാരാ? SR ലാച്ചും. എന്നിട്ട് SR ലാച്ചിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഈ ഔട്ട്പുട്ട് ഇങ്ങോട്ടും ഈ ഔട്ട്പുട്ട് ഇങ്ങോട്ടും കണക്ട് ചെയ്യണം. ഇതാണ് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ? ഈ സെയിം തന്നെയല്ലേ താഴെ വന്നേക്കുന്നത്? എന്താ വ്യത്യാസം? ഔട്ട്പുട്ടിലെ കണക്ഷന് ചെറിയ വ്യത്യാസമുണ്ട്. കണ്ടോ? ഇവിടെ നോക്കി, ഇത് SR ലാച്ചാണ് അല്ലേ? രണ്ട് നാൻഡ് ഗേറ്റ് ഇവിടെ ഉണ്ട്, രണ്ട് നാൻഡ് ഗേറ്റ്, ഇത് SR ലാച്ചും. ഇവിടെ ഇതിൻ്റെ ഈ ക്യൂ ആണ് ഈ കെയിലേക്കും, ഈ ക്യൂ ബാർ ഇവിടെ ഈ ജെയിലേക്കുമാണ് പോകുന്നത്. ആദ്യത്തെ നാൻഡ് ഗേറ്റിലേക്ക് മാത്രമേ ഔട്ട്പുട്ട് കാണിക്കുന്നുള്ളൂ. ഇവിടെ ഇടയ്ക്കുള്ള ഒരാൾക്ക് ഇത് കാണിക്കുന്നില്ല. കണ്ടോ? അപ്പോൾ ആദ്യം ഇത് നാൻഡ് ഗേറ്റ്, ഒരു J ഇൻപുട്ടുണ്ട്, K ഇൻപുട്ടുണ്ട്, രണ്ടിനും കോമൺ ആയിട്ട് ഏത് ഇൻപുട്ടുണ്ട്? ക്ലോക്ക് ഇൻപുട്ടുണ്ട്. എഗെയിൻ ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്ന SR ലാച്ചിലേക്ക് പോയി. ഓക്കെ. ദെൻ ഇതിൻ്റെ ഔട്ട്പുട്ട് പോകുന്നതും അടുത്ത് നമ്മുടെ ഈ സെയിം നാൻഡ് ഗേറ്റ് തന്നെ ഉണ്ടോ? ഈ നാൻഡ് ഗേറ്റ് ഇതുപോലെ തന്നെ ഈ നാൻഡ് ഗേറ്റിലേക്ക് പോകും. ഇതിൻ്റെ ഔട്ട്പുട്ടും പോകും. പിന്നെ ആരാ പോകാറ്? സാധാരണ ക്ലോക്ക് അല്ലേ? ക്ലോക്ക് പോകുന്നു. എഗെയിൻ പിന്നെ ഔട്ട്പുട്ടിൽ ആരാ ഉള്ളത്? SR ലാച്ച്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ടല്ലോ, മാസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോസിറ്റീവ് എഡ്ജ് ഓഫ് ക്ലോക്ക് വെച്ചും പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും നെഗറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങും രണ്ടും നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മാസ്റ്റർ എന്ന് പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ്ങിലും വർക്ക് ചെയ്യുള്ളൂ. ഈ സ്ലേവ് എന്ന് പറഞ്ഞ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നത് നെഗറ്റീവ് എഡ്ജ് കൊണ്ടാണ്. ഇതാണ് സ്ലേവ്. കണ്ടോ? സ്ലേവിന് ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ? ഈ ക്ലോക്ക് ഇതുണ്ടോ? ഈ ക്ലോക്കിനെടുത്ത് ഈ ക്ലോക്കാണ് ഞാനിവിടെ നോട്ട് ചെയ്ത് കണ്ടോ? ഒരു നാൻഡ് ഗേറ്റ് വെച്ച് നോട്ട് ചെയ്ത് കൊടുത്തിരിക്കുക ഇങ്ങോട്ട്. കണ്ടോ? ഫിഗർ ശ്രദ്ധിച്ചോ? ക്ലോക്ക് എടുത്ത് കണ്ടോ? ഈ ക്ലോക്ക് എടുത്ത് ഈ നാൻഡ് ഗേറ്റ് വഴി നോട്ട് ചെയ്തിട്ടാണ് ഇവിടെ ക്ലോക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? സ്ലേവ് വർക്ക് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്ന ക്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ക്ലോക്ക്. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ക്ലോക്ക് വെച്ചാണ്. എപ്പോഴും മാസ്റ്റർ എപ്പോഴും പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡും സ്ലേവ് വർക്ക് ചെയ്യണമെങ്കിൽ നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ക്ലോക്കിലും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? വർക്ക് ചെയ്യുള്ളൂ. പോസിറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്താ? നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ക്ലോക്ക് എങ്കിൽ ക്ലോക്കിൻ്റെ പോസിറ്റീവ് എഡ്ജിൽ മാത്രമേ ആര് വർക്ക് ചെയ്യുള്ളൂ? സ്ലേവ് വർക്ക് ചെയ്യുള്ളൂ. മാസ്റ്റർ വർക്ക് ചെയ്യുള്ളൂ. ഫോളിങ് എഡ്ജിൽ മാത്രമേ ആര് വർക്ക് ചെയ്യുള്ളൂ? സ്ലേവ് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. കണ്ടോ? അതാണ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് സെർവ് ആസ് മാസ്റ്റർ.
ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ മാസ്റ്റർ എന്നും രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ സ്ലേവ് എന്നും വിളിക്കുന്നു. സോ ദ ഓവറോൾ സർക്യൂട്ട് ഈസ് കോൾഡ് മാസ്റ്റർ സ്ലേവ് ഫ്ലിപ്പ് ഫ്ലോപ്പ്. ദെൻ ഇവിടുത്തെ ഫസ്റ്റ് പോയിന്റ് കണ്ടോ, ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ഡ്രിവൺ ആസ് പോസിറ്റീവ് എഡ്ജ് ട്രിഗറിലും സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് അതായത് സ്ലേവ് വർക്ക് ചെയ്യുന്ന ഏതിലാണ്, നെഗറ്റീവ് എഡ്ജ് ട്രിഗറിലും മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇനി എപ്പോഴാണോ ക്ലോക്ക് പൾസ് ഞാൻ പോസിറ്റീവ് എഡ്ജ് ആവുന്നത് ആ സമയത്ത് ആര് വർക്ക് ചെയ്യും, മാസ്റ്റർ വർക്ക് ചെയ്യും. ആ സമയത്ത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ക്ലോക്ക് ഹൈ പോസിറ്റീവ് എഡ്ജ് ട്രിഗർ വന്നു. ആ സമയത്ത് ഇങ്ങോട്ട് പോസിറ്റീവ് എഡ്ജ് ട്രിഗർ വരുന്ന സമയത്ത് ആര് വർക്ക് ചെയ്യും, മാസ്റ്റർ വർക്ക് ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഈ സ്ലേവ് എന്തായിട്ടിരിക്കും, ഇനാക്റ്റീവാണ്, സ്ലേവ് വർക്ക് ചെയ്യത്തില്ല, സ്ലേവ് അവിടെ അനങ്ങാതെ ഇനാക്റ്റീവായിട്ടിരിക്കും. അപ്പോൾ പ്രീവിയസ്ലി എന്താണ് ഔട്ട്പുട്ട്, ഇപ്പോൾ പ്രീവിയസ്ലി ക്യൂ ഇവിടെ 0യും ക്യൂ ബാർ ഇവിടെ 1ഉമായിട്ട് നിൽക്കുമായിരുന്നു വിചാരിച്ചു, അത് അവിടെ അങ്ങനെ നിൽക്കും, ഔട്ട്പുട്ടിനൊരു മാറ്റമൊന്നുമില്ല, ഒന്നും ചെയ്യത്തുമില്ല. ആ സമയത്ത് ആര് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ, മാസ്റ്റർ വർക്ക് ചെയ്യും. അതിനുശേഷം എഗെയിൻ പോസിറ്റീവ് എഡ്ജ് ട്രിഗർ കഴിഞ്ഞ് എപ്പോഴാണോ ക്ലോക്കിൻ്റെ നെഗറ്റീവ് എഡ്ജ് ചെല്ലുന്നത് ആ സമയത്താണ്, നെഗറ്റീവ് എഡ്ജ് ചെല്ലുന്ന സമയത്ത് എന്ത് വർക്ക് ചെയ്യും, സ്ലേവ് മാസ്റ്റർ ഇനാക്റ്റീവായിട്ട് ആര് വർക്ക് ചെയ്യാൻ തുടങ്ങും, സ്ലേവ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്ലേവ് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും, സ്ലേവ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. അതിനുശേഷം എഗെയിൻ ക്ലോക്കിൻ്റെ എപ്പോഴാണോ റൈസിങ് എഡ്ജ് വരുന്നത് ആ സമയത്ത് വീണ്ടും ആര് ആക്റ്റീവ് ആവും, നമ്മുടെ മാസ്റ്റർ ആക്റ്റീവ് ആവും. ആ സമയത്ത് നമുക്കറിയാം ഈ പ്രീവിയസ്ലി ഇവിടെ പുറകിൽ ഇവിടുത്തെ ക്യൂ എന്താണോ ഈ ക്യൂ ആണ് എങ്ങോട്ട് പോകുന്നത്, ഈ ഇവിടുത്തെ കെ ആയിട്ടും ഇവിടുത്തെ ക്യൂ ബാർ ആണ് ഇവിടെ ജെയും ആയിട്ട് പോകുന്നത്. അപ്പോൾ ഈ എപ്പോഴാണോ മാസ്റ്റർ വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഈ സ്ലേവിൻ്റെ ഔട്ട്പുട്ടിനെ എടുക്കും. മാസ്റ്റർ വർക്ക് ചെയ്യുമ്പം സ്ലേവിൻ്റെ ഔട്ട്പുട്ടിനെ എടുത്തിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, മാസ്റ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പം അതുപോലെ സ്ലേവ് വർക്ക് ചെയ്യുന്ന ആരെ എടുത്തിട്ടാണ്, മാസ്റ്ററിന് ആദ്യം മാസ്റ്ററല്ലേ വർക്ക് ചെയ്യുന്നത്, മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിനെ വെച്ചിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, സ്ലേവ് വർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഓപ്പറേഷൻ പറയാൻ പോവാം. അതിന് മുമ്പ് അവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് എന്താണെന്ന് ഞാൻ പറയാം. കണ്ടോ, വെൻ ദ ക്ലോക്ക് സിഗ്നൽ ഹാസ് എ പോസിറ്റീവ് എഡ്ജ് ദ മാസ്റ്റർ ആക്ട്സ് അക്കോർഡിംഗ് ടു ഹിസ് ജെ കെ ഇൻപുട്ട് ബട്ട് ദ സ്ലേവ് ഡസ് നോട്ട് റെസ്പോണ്ട്. അതായത് മാസ്റ്റർ വർക്ക് ചെയ്യുമ്പം സ്ലേവ് എന്ത് ചെയ്യത്തില്ല, റെസ്പോണ്ട് ചെയ്യത്തില്ല. സ്ലേവ് വർക്ക് ചെയ്യുമ്പം ആര് റെസ്പോണ്ട് ചെയ്യത്തില്ല, മാസ്റ്ററും വർക്ക് ചെയ്യത്തില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിനെ വേണം നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ലോജിക് ഡയഗ്രം എന്ന് പറഞ്ഞ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് കണ്ടറിയാം, ശരിക്കും പറഞ്ഞാൽ 2 JK ഫ്ലിപ്പ് ഫ്ലോപ്പ് അല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണത്തിലേക്ക് പോസിറ്റീവ് എഡ്ജിന് ഇങ്ങനെയാണ് നമ്മൾ കാണിക്കാറ് കേട്ടോ. പോസിറ്റീവ് എഡ്ജ് ക്ലോക്കിന് ഇങ്ങനെ കാണിക്കും. കാരണം എന്തേ, മാസ്റ്ററിലേക്ക് പോയിരിക്കുന്ന ക്ലോക്ക് എന്ത് മാത്രമാണ്, പോസിറ്റീവ് എഡ്ജ് ക്ലോക്ക് അല്ലേ പോയിരിക്കുന്നത്, ഉണ്ടോ. നെഗറ്റീവ് എഡ്ജ് ക്ലോക്കിന് നമ്മളെപ്പോഴും ഇങ്ങനെ കാണിക്കും. ഇതുണ്ടോ, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലോട്ട് കാണിച്ചിരിക്കുന്ന കണ്ടോ, ക്ലോക്കിൻ്റെ സിമ്പിൾ കണ്ടോ ഇവിടെ, ഇത് കണ്ടോ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ക്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയും, നെഗറ്റീവ് ക്ലോക്കാണ് ഇങ്ങനെയാണ് കാണിക്കാറ് കേട്ടോ. നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ക്ലോക്ക് ആണെങ്കിൽ അങ്ങനെയാണ് കാണിക്കാറ്. ഇനി നമ്മുടെ വർക്കിംഗ് ഒന്ന് ശ്രദ്ധിച്ചോ. ഓപ്പറേഷൻ പറയുവാണേ, ഇഫ് ജെ ഈക്വൽ ടു 1 കെ ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ഓരോന്ന് പറയുക. ഇഫ് ജെയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക, കെയുടെ വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക, ക്ലോക്ക് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. ആരേ വർക്ക് ചെയ്യുള്ളൂ, മാസ്റ്റർ വർക്ക് ചെയ്യുന്നു. നമുക്കറിയാം ജെയുടെ വാല്യൂ 1ഉം കെയുടെ വാല്യൂ 1ഉം ആവുന്ന സമയത്ത്, ജെയുടെ വാല്യൂ 1ഉം കെയുടെ വാല്യൂ 0, ജെയും വർക്ക് ചെയ്യുന്ന സമയത്ത് JK ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഔട്ട്പുട്ട് എപ്പോഴും എങ്ങനെയായിരിക്കും, സെറ്റിലായിരിക്കും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താവും, സെറ്റാവും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് സെറ്റ് മീൻസ് ഇവിടെ എന്ത് വരും, 1 വരും, ഇവിടെ എന്ത് വരും, 0 വരും. സ്ലേവ് വർക്കിംഗ് ആണോ, സ്ലേവിലേക്ക് ഇപ്പോൾ ഈ ഔട്ട്പുട്ട് ചെല്ലുമോ, ഇല്ല, സ്ലേവ് ഇപ്പോൾ ഇനാക്റ്റീവാണ്. എഗെയിൻ ക്ലോക്കിൻ്റെ നെഗറ്റീവ് എഡ്ജ് വരുന്നു. ക്ലോക്കിൻ്റെ നെഗറ്റീവ് എഡ്ജ് ആകുമ്പോഴത്തേനും ആര് വർക്ക് ചെയ്യാൻ തുടങ്ങും, സ്ലേവ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സ്ലേവ് എന്ത് ചെയ്യും, ഈ മാസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ വന്ന് നിൽക്കുന്ന ഈ ഔട്ട്പുട്ടുകൾ എടുത്തിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, സ്ലേവ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ, ഈ സ്ലേവിലേക്കും 1ഉം 0 എന്നൊരു ഇൻപുട്ട് വരുമ്പം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താണ്, സെറ്റാണ്. 1 0 എന്നൊരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴും JK ഫ്ലിപ്പ് ഫ്ലോപ്പ് എപ്പോഴും സെറ്റാണ്. സെറ്റ് മീൻസ് ക്യൂവിൻ്റെ വാല്യൂ 1ഉം ക്യൂ ബാർ എന്തായിരിക്കും, 0 ആണ്. എഗെയിൻ വീണ്ടും പോസിറ്റീവ് എഡ്ജ് വരുമ്പോൾ ആര് പിന്നെയും വർക്ക് ചെയ്യും, മാസ്റ്റർ വർക്ക് ചെയ്യും. ആ സമയത്ത് ഈ 1 ഇവിടെയും വരും, മാസ്റ്ററിൻ്റെയും വർക്ക് ചെയ്യും, മാസ്റ്റർ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 1നെ ഡിപ്പെൻഡ്, ഈ 1 ആണ് ഒരു ഇൻപുട്ടായിട്ട് ചെല്ലുന്നത്. ഈ 1 ഓക്കെ, ഈ 1 ആണെന്ത് ഇവിടെ ഒരു ഇൻപുട്ടായിട്ട് ചെല്ലുന്നത്. എഗെയിൻ ജെയുടെ കെയുടെ വാല്യൂ 0യും കെയുടെ വാല്യൂ ഞാൻ 1ഉം അങ്ങാക്കി. കുറച്ച് മുമ്പ് ഞാൻ 1 0 പറഞ്ഞു, ഇപ്പോൾ ജെയുടെ വാല്യൂ 0യും കെയുടെ വാല്യൂ 1ഉം ആക്കി. നമുക്കറിയാം ഒരു JK ഫ്ലിപ്പ് ഫ്ലോപ്പിൽ 0-1 കണ്ടീഷൻ കൊടുത്താൽ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യും, റീസെറ്റ് ചെയ്യും. 0-1 എന്നൊരു കണ്ടീഷൻ വരും, ഇവിടെയും എന്ത് തന്നെ വരും, 0-1. എപ്പം നെഗറ്റീവ് എഡ്ജിൽ ഇവിടെയും എന്ത് കിട്ടും, 0-1. ഓക്കെ, ഇനി ജെയുടെയും കെയുടെ വാല്യൂ 0-0 കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റമുണ്ടോ, നോ ചേഞ്ചാണ്. ഇനി ടോഗിൾ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോ. ഇഫ് ജെയുടെ വാല്യൂ 1ഉം കെയുടെ വാല്യൂ 1ഉം ക്ലോക്ക് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കറിയാം ഇത് ടോഗിൾ ചെയ്യും. ഇതെങ്ങനെ ടോഗിൾ ചെയ്യുന്നത്, ടോഗിൾ എന്ന് പറഞ്ഞാൽ എന്താ, പ്രീവിയസ്ലി ഈ ക്യൂവിൻ്റെ വാല്യൂ 0 ആയിരുന്നെങ്കിൽ ഔട്ട്പുട്ട് എന്തായി മാറും, 1 ആയിട്ട് മാറും. അങ്ങനെയല്ലേ ടോഗിൾ എന്ന് പറഞ്ഞാൽ. തൊട്ട് ഇവിടെ ജെയുടെ വാല്യൂ 1ഉം കെയുടെ വാല്യൂ 1ഉം കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഈ ക്യൂ എന്തായിരുന്നോ, ക്യൂ ചിലപ്പോൾ 0 ആയിരിക്കാം അല്ലെങ്കിൽ ക്യൂ 1 ആയിരിക്കാം. ക്യൂ എന്തായിരുന്നോ അത് എന്താക്കി മാറ്റും,
അതിൻ്റെ ഓപ്പോസിറ്റ് ആവും. ഇവിടെ ക്യൂ 0 ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ജെയുടെ വാല്യൂ കെയുടെ വാല്യൂ 1 ആവുന്ന സമയത്ത് 1 കിട്ടും. ഇഫ് ജെയുടെ വാല്യൂ 1 കെയുടെ വാല്യൂ 1 ആണ്, നേരത്തെ ഈ ക്യൂ 1 ആയിട്ട് ഇരിക്കുമായിരുന്നെങ്കിൽ ആ 1 എന്താക്കി മാറ്റും? 0 ആക്കുക. അതിനാണ് ടോഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണോ പ്രീവിയസ് ഔട്ട്പുട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഇവിടെ എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. എഗെയിൻ നെഗറ്റീവ് എഡ്ജ് വരുന്ന സമയത്ത് ഇത് ഇനാക്റ്റീവായി ഇത് ആരാവും? ആക്റ്റീവ് ആവും. അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണോ അതിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇതും എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. ഇത് അതിന് അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇതും എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. കണ്ടോ? അപ്പം കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുന്നില്ല? ഇവിടെ ടോഗ്ലിംഗ് ഉണ്ടാകുന്നില്ല. കണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണോ അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ ഔട്ട്പുട്ട് എന്താണോ അത് വെച്ചിട്ട് ഇവിടെ ക്യൂ ബാർ കിട്ടുകയാണ്. അപ്പോൾ എനിക്കൊരു ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നത് ഔട്ട്പുട്ട് എന്താണ്. ഇവിടെ ഞാൻ 1 1 കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്തത്. ഓക്കെ.